എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ മാതാപിതാക്കൾ ധരിച്ചു വച്ചിരിക്കുന്നത് മക്കൾക്ക് ജോലി എന്ന് പറഞ്ഞാൽ ഡോക്ടർ, എൻജിനീയർ, BSc നേഴ്സ്, ശാസ്ത്രജ്ഞൻ, CA ഇത്രയും മാത്രമാണ് കേരളത്തിലെ മാതാപിതാക്കളുടെ ദൃഷ്ടിയിൽ മക്കളുടെ ജോലി. അതിനു വേണ്ടിയിട്ട് ഈ മധ്യവർഗം മാതാപിതാക്കൾ പണിയെടുക്കുക. ഇത്രയും ജോലിയേ ഉള്ളൂ. ഡോക്ടർ, എൻജിനീയർ, BSc നേഴ്സ്, ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ CA അക്കൗണ്ടൻറ്റ്. ഇതിൽ കൂടുതലൊന്നും ഒരു ജോലി നാട്ടിലില്ലെന്നാണ് കേരളത്തിലെ മാതാപിതാക്കൾ ധരിച്ചു വെച്ചേക്കുന്നത്. അതിനുവേണ്ടി അവർ മരണപ്പണിയെടുക്കുമ്പോൾ കുട്ടികളെ ഇറച്ചിക്കോഴി പോലെ വളർത്തുക. എനിക്കറിയാവുന്ന ഒരു സംഭവം പറയാം. 18 വയസ്സുള്ള ഒരു യുവാവ് +2 പഠിച്ചുകൊണ്ടിരുന്നതാണ്. ആ കൊച്ചിന് അതിന് വിശ്രമത്തിന് നേരമില്ല, അതിനൊരു എക്സസൈസ് ഇല്ല, അതിനൊരു വിനോദത്തിന് നേരമില്ല. അതിന് പഠിക്കുന്നിടത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ മേല. മുട്ട ഓംലെറ്റ് സഹിതം, ബ്രെഡ് സഹിതം, പാല് സഹിതം, ഭക്ഷണം സഹിതം കറക്റ്റായി ഇരിക്കുന്നിടത്ത് കൊണ്ട് കൊടുക്കുക. പിന്നെ ഭക്ഷണം മാതാപിതാക്കൾ വാരി കൊടുക്കുക. ഈ കുട്ടിക്ക് കൈ കഴുകാൻ പോലും നേരമില്ല, അതുപോലെ ഡ്രസ്സ് കൊടുക്കുക. അങ്ങനെ കണ്ടമാനമായപ്പോൾ 18 വയസ്സ് താഴെയുള്ള ആ യുവാവ് ഈ അടുത്ത ദിവസങ്ങളിൽ ഈയിടെ മരിച്ചു. മരിച്ചത് എന്നാണെന്നറിയാമോ? അറ്റാക്കായിരുന്നു. കുട്ടിക്ക് പ്രഷർ താങ്ങാൻ പറ്റിയില്ല, മാതാപിതാക്കളുടെ സൂക്കേടും തീർന്നു. അപ്പം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ തള്ളിക്കയറി വളർത്തുന്ന പിള്ളേർക്ക് ഒരു ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ അറിയത്തില്ല. മാതാപിതാക്കളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചായ ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ, ഒരു തുണി അലക്കി സ്വന്തമായിട്ട് ഉണങ്ങി തേച്ചെടുക്കാൻ അറിയത്തില്ലെങ്കിൽ, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ, കാര്യങ്ങൾക്ക് ശേഷിയില്ലാത്ത മക്കളെ വളർത്തിവിടുന്ന മാതാപിതാക്കൾ, നിങ്ങൾ മാതാപിതാക്കളല്ല, സത്യത്തിൽ നിങ്ങൾ വെറും മൃഗങ്ങളാണ്. നിങ്ങൾ. അന്നേരം ഈ പഠിക്കുന്ന കാര്യമല്ലാതെ ഈ പിള്ളേർക്ക് യാതൊരു രോഗവിവരവും ഇല്ല. ഈയിടെ ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടു, ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചപ്പോൾ പിള്ളേർ പറയുക പിണറായി വിജയൻ എന്ന്. ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ എന്ന് മാത്രമുള്ള, അതുപോലെ ലോക വിവരമില്ലാത്ത പിള്ളേർ. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സ്നേഹിതൻ, ഒരു IT കമ്പനിയുടെ CEO പറയുക, ഞങ്ങൾ CBSE ഉന്നത മാർക്കുള്ള ഒരു യുവാവിനെ കമ്പനിയിലോട്ടെടുത്തു. ഫുൾ മാർക്കെന്ന് പറഞ്ഞ പോലെ ഉണ്ട്. അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, മാർക്കറ്റ് ഒന്ന് പഠിക്കാൻ പറഞ്ഞു. അവൻ കുറച്ച് 2 മണിക്കൂർ നേരം ഇരുന്നിട്ട് ആലോചിച്ചിട്ട് ചോദിച്ചു, ഏത് മാർക്കറ്റിലാണ് പോയി പഠിക്കേണ്ടത്? ഞാൻ പച്ചക്കറിയെക്കുറിച്ചാണോ എന്നതാണ് പഠിക്കേണ്ടത്, ഒന്ന് പറയാമോ, മാർക്കറ്റ് എവിടെയാണെന്ന്. അന്നേരം ആ CEO എന്നോട് പറയാം, ഞങ്ങൾ ഈ CBSE മണ്ടന്മാരെ ഇനി എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. CBSE മണ്ടന്മാരെ എടുക്കുന്നില്ലെന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ, കാരണവന്മാരിങ്ങനെ ഇരുന്ന് പഠിപ്പിക്കുക, പിള്ളേർക്ക് ഇത് താങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലോട്ടാണ് പോകുന്നത്. ഈ ഓഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റിയാൽ മതിയാവും. എന്താ ജീവിതമെന്ന് കുട്ടികളെ പഠിപ്പിക്കണം. എന്താ ജീവിതം? മനുഷ്യൻ്റെ ആയുസ്സെന്ന് പറഞ്ഞാൽ 70 അല്ലെങ്കിൽ 80 വയസ്സ് വരെ ഉള്ളത്. ഈ 70 വയസ്സ് 80 വയസ്സ് വരെ രാവും പകലും ഇല്ലാതെ പണിയെടുക്കുക എന്നുള്ളതല്ല, എല്ലായിടത്തും 1ാം സ്ഥാനത്ത് വരിക എന്നുള്ളതൊന്നും അല്ല ജീവിതം. ജീവിതം എന്താണ്? മാന്യമായ ആവശ്യത്തിനുള്ള ജോലി എടുക്കണം, ഭാര്യ വേണം, മക്കൾ വേണം, അല്ലെ ഭർത്താവ് വേണം, കുഞ്ഞുങ്ങൾ വേണം, ഒരു കുടുംബം വേണം, ഒരു സമൂഹം വേണം. ഇതെല്ലാം ഉള്ളിടത്ത് ജീവിക്കാൻ ഒരു തൊഴിൽ വേണം. ഇത് മാന്യമായിട്ടും സംവിധാനമായിട്ടും ജീവിക്കാനുള്ളത് വേണം. എല്ലാ തൊഴിലാളികളും ഇല്ലെങ്കിൽ എങ്ങനെ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു നാട് മുന്നോട്ട് പോകും? ഈ ബോധം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിക്കോളും, അവർക്ക് പ്രശ്നമില്ല. പക്ഷേ അത് കൂടുതലിപ്പോൾ ഉണ്ടാകേണ്ടത് നമ്മുടെ കേരളത്തിലെ മാതാപിതാക്കളിലാണ്. മാതാപിതാക്കൾക്ക് ആ ഒരു ബോധം വന്നാൽ മാത്രമേ നിലനിൽക്കുള്ളൂ. എല്ലാ തൊഴിൽ മേഖലയും ഒരുപോലെ നല്ലതാണ്. അത് ജീവിക്കാനായിട്ട് വളരെ സന്തോഷപൂർവ്വം അത് മനസ്സിലാക്കുന്നെങ്കിൽ, ഞാനത് ഈയിടെയൊക്കെ വിദേശങ്ങളിൽ ജോലി എടുത്തിട്ട് വന്ന കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, തൊഴിൽ എത്ര അഭിമാനകരമാണ്, ഏത് തൊഴിലും നമുക്ക് ചെയ്യാം. ഇവിടുത്തെ മാതാപിതാക്കളുടെ വാശിയാണ് 5ഓ 6ഓ മേഖലയിലേക്ക് ഇത് മാറ്റുന്നതും കുഞ്ഞുങ്ങൾക്ക് വലിയ സ്ട്രെസ് ഉണ്ടാക്കിയെടുക്കുന്നതും. നമ്മുടെ രാഷ്ട്രീയക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്കരും അഡ്വക്കേറ്റാണ്. CCTV എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ വായിക്കാൻ അറിയത്തില്ല, എന്ന് പറഞ്ഞിരിക്കുക. 5 അക്ക സംഖ്യ എഴുതി കൊടുത്താൽ വായിക്കാൻ അറിയത്തില്ല. ഇങ്ങനത്തെ കൊള്ളുകലാത്ത സർട്ടിഫിക്കറ്റുള്ള സംവിധാനവും നമ്മുടെ നാട്ടിലുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വേണം. അതിനെ PM ശ്രീ എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത്. സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞു അതൊന്നും വേണ്ട, നീ പെണ്ണാടി, ഞാൻ ആണാടി, നീ ആണാണെങ്കിൽ എനിക്കൊരു ഇല്ലടി എന്നും പറഞ്ഞ സൈസ് പാട്ടുമൊക്കെ പഠിപ്പിച്ച് പിള്ളേരെ വെറും മണവണാഞ്ചന്മാരായി വെളിയിലിറക്കാമെന്നാണ് സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത്. ഇതെല്ലാം ഇങ്ങനെ അങ്ങ് പഠിപ്പിച്ച് കള്ളും കഞ്ചാവും മയക്കുമരുന്നും വേണ്ടാത്ത സാധനം എല്ലാം കൂടി അങ്ങോട്ട് കൊടുത്താൽ സമൂഹത്തിന് ഒരു ഗുണമില്ലാത്ത കുറേ കൊഞ്ഞാണ്ടന്മാരെ വെളിയിലിറക്കി വിടാമെന്ന് സംസ്ഥാനം പറയുന്നു. കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ചായ അടിക്കാനെങ്കിലും ഒരുത്തിനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ അതുകൊണ്ട് ജീവിച്ചോളും. PM ശ്രീ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വരികയാണെങ്കിൽ എല്ലാ തൊഴിലിനും അതിൻ്റെതായ
ഒരു ക്വാളിറ്റി വരും. ഇപ്പോൾ ചായവാല എന്ന് പറഞ്ഞിട്ടൊരു വലിയ പാർട്ടിയുണ്ട്, ലോകം അറിയപ്പെടുന്ന ഒരാളാണ്. അയാൾ നടക്കുന്നത് തന്നെ കോടികളുടെ വണ്ടിയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ മേഖലയ്ക്കും ഒരു ബോധ്യമുണ്ടെന്ന്, അല്ലെ എല്ലാ മേഖലയ്ക്കും അതിൻ്റെതായ അന്തസ്സുണ്ടെന്ന്. ഇപ്പം ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ മകനൊക്കെ UK നിന്ന് വന്നപ്പോൾ അവർ പറയാം, അവിടെ ഏറ്റവും വരുമാനം മുടി വെട്ടുന്നവർക്കാന്ന് പറഞ്ഞു. അതിനൊരു 6 മാസത്തെ കോഴ്സും ഉണ്ട്. പക്ഷേ ഇവിടുന്ന് മലയാളി പിള്ളേർ പോയി കഴിഞ്ഞാൽ അതിനവർ തയ്യാറല്ല. പക്ഷേ അങ്ങനത്തെ കോഴ്സിന് പോയാൽ ഭയങ്കര പൈസയാണ്. അവിടുത്തെ ബാർബർമാർ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ജോലിയുള്ളൂ, ബാക്കി 5 ദിവസം ഇവന്മാർ ടൂറാണ്. കാരണം ഇവന്മാർക്ക് അതിനുള്ള വരുമാനമുണ്ട്. അതുപോലെ പറഞ്ഞ മറ്റൊരു തൊഴിലാണ് ഈ ജിം ട്രെയിനർ, ബോഡി ബിൽഡിംഗ് അല്ലെ അതിൻ്റെ ട്രെയിനർ, ജിമ്മിലെ ട്രെയിനർ. അതിനൊക്കെ ഭയങ്കര വരുമാനമാണ്. ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള മേഖലയിലൊക്കെ ഭയങ്കരമായ ജോലി സാധ്യതകളുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഈ വെളിവില്ലാത്ത കുറേ കൊഞ്ഞാണ്ടന്മാരെ ഒരു വയസ്സോടെ സർക്കാരും ഇറക്കി വിടും, യാതൊരു ഗുണവുമില്ലാത്ത കുറേ മണകൊണാഞ്ചന്മാരെ കുറേ കാരണവന്മാരും ഇറക്കി വിടും. അപ്പോൾ അങ്ങനെയുള്ള കാരണവന്മാരോടൊക്കെ പറയട്ടെ, നമ്മുടെ ഒരു സംവിധാനം മാറിയാലേ പറ്റുള്ളൂ. ഈ മുടിഞ്ഞു പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം പോയാൽ, വിദ്യാഭ്യാസം ഇപ്പോൾ പോയെന്നുള്ളോ, അതിനകത്ത് നമ്മുടെ കാരണവന്മാരുടെ പങ്കെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഞാൻ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വീഡിയോ എന്ന രീതിയിൽ ഞാൻ മാതാപിതാക്കളോട് പറയുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരവരുടെ സ്വന്തം കാര്യം ചെയ്യാനുള്ള പ്രാപ്തിയിൽ അവരെ വളർത്തണം. 2, നിങ്ങളുടെ മക്കളല്ലേ, നിങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ലെവലല്ല ഉള്ളൂ. അവരെന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് ജീവിക്കത്തക്ക വിധം അവരവരുടെ ഭാവി ക്രമീകരിക്കട്ടെ. നിങ്ങളുടെ അനാവശ്യ സ്ട്രെസ് അവർക്ക് കൊടുത്താൽ, ഇപ്പം ഞാൻ ആദ്യം ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ മക്കളെ നഷ്ടപ്പെട്ടു പോകും. അതേസമയത്ത് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ അവരവരുടേതായ രീതിയിൽ ഈ കാര്യങ്ങൾ ഓടിച്ചോളും. അത് അവർക്കും സമൂഹത്തിനും നമ്മുടെ ഇവിടെ ഒരു പുതിയ തൊഴിൽ സംസ്കാരം ഉണ്ടായി വരാനും ഇടയാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.